ബ്രിക്ക് കുറച്ച് ഇരിപ്പുണ്ട്. നമ്മുടെ HP ബ്രിക്കാണ്. ഇതിങ്ങനെ ഓപ്പൺ അല്ല, ഇവിടെ ക്ലോസ് ആവും. പുറത്തും ബ്രിക്സിനെ കുറിച്ച് മുന്നേ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് പറയാണ്. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ബാക്കിൽ ഈ കാണുന്നത് പോറോത്തും ബ്രിക്സ് ഉപയോഗിച്ച് പണി കഴിച്ചിട്ടുള്ള ഒരു 2300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണ്. തൃശ്ശൂർ മാളയ്ക്കടുത്താണ് സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് മേൽക്കൂരയിൽ ഓടായിട്ടും പിന്നെ തേക്കാത്ത ചുമരുകളായിട്ടാണ് ഇവിടെ പണി വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി തേക്കാതെയല്ല, ചില സ്ഥലങ്ങളിലൊക്കെ അവർ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിവിടെ ഇപ്പം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവർ പതുക്കെ കംപ്ലീറ്റ് ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയിൽ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പണിങ്സ് ആണെങ്കിലും മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്ലാൻ കുറച്ച് വ്യത്യാസമാണ്. നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇതിൻ്റെ പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാവില്ല, എന്നാലും നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം. അതായത് ഇവിടെ ബ്രിക്ക് കുറച്ച് ഇരിപ്പുണ്ട്. നമ്മുടെ HP ബ്രിക്കാണ്, 8 ഇഞ്ചിൻ്റെ HP ബ്രിക്കാണ്. ഫുള്ള് ഇതിലാണ് ഇവിടെ ഉള്ളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ HP എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ആണ്. നമുക്കിതുപോലെ അത്യാവശ്യം സ്പാനുള്ളതും വലിയ ഹൈറ്റിലുള്ള ചുമരുകളാണെങ്കിലും നമുക്ക് HP ബ്രിക്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് VP എന്ന് പറഞ്ഞ വേറൊരു ബ്രിക്കും കൂടി ഉണ്ട്. അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്നുള്ള രീതിയിൽ ഓഡിയൻസ് കുറേയൊക്കെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്ട്രെങ്ത് കുറവാണോ, പില്ലർ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെയും ചോദിക്കും ആൾക്കാർ. ഇത് പിന്നെ കുരുടീസ് കട്ടയായിട്ട് ഒരു കാണാൻ സിമിലർ ആയതുകൊണ്ട് അത്ര ഉറപ്പുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയില്ല. ഇപ്പോൾ ഈ വീട് കംപ്ലീറ്റ്ലി ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 4 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത്, അതിനേക്കാളും 4+ ന്യൂട്ടൺസ് വരുന്ന സ്ട്രെങ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ HP ബ്രിക്ക്. അപ്പം നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പം ദാ HP ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ സൈഡിൽ ഹോൾ വരും. അത് പല രീതിക്ക് നമുക്ക് മറയ്ക്കാൻ പറ്റും. നമുക്കിങ്ങനെ ക്രോസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണാത്ത രീതിയിലൊക്കെ വെക്കാൻ പറ്റും. ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പോർഷനിൽ ഇവിടെ തേച്ച് ഫിനിഷ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡാണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വെക്കണം. അപ്പം നമുക്കിവിടെ പരിക്കൻ വെച്ച് ഇങ്ങനെ തേച്ച് നീറ്റാക്കിയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇതൊരു 2 വർഷത്തോളം ആയിട്ടുണ്ട് ചുമര് പണി കഴിഞ്ഞിട്ട് കേട്ടോ. കുറച്ച് ഒരു പതുക്കെ കംപ്ലീഷൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു അബ്രോഡുള്ള ആൾക്കാരാണ്. അപ്പം നാട്ടിൽ സമയമുണ്ടല്ലോ, അവർക്ക് ആകുമ്പോഴേക്കും വന്നാൽ മതി, തൊട്ടടുത്ത് തന്നെ വീഡിയോയുള്ള അങ്ങനെയാണ്. അപ്പോൾ ഒരു പതുക്കെയാണ് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോർണേഴ്സിൽ ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ പ്ലാനിൽ. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് മുകളിൽ നോക്കുകയാണെങ്കിൽ റൂഫ് ഓടാണ്. ഓട് ചെയ്തിട്ട് അവർ ഡബിൾ സൈഡ് ഓട് ചെയ്തിരിക്കുകയാണ്. മുകളിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലൈറ്റ് വരാനായിട്ട് ഒരു പർഗോള പോലെ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. കയറി വരുമ്പോൾ തന്നെയുള്ള സ്പേസിൽ നിന്ന് താഴേക്കാണ്, ലെവലിൽ താഴോട്ട് പോയിട്ടാണ് ഇവിടെ കിച്ചണും ഇത് ഡൈനിങ് സ്പേസും ഒക്കെയാണ് വരുന്നത്. അപ്പം ഇവിടെ റൂംസ് ഉണ്ട്. പിന്നെ ഇവിടെ പുറത്ത് ഇവിടുത്തെ വരാന്ത നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഈ മാള പുത്തഞ്ചിറ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കായലുകളും ചെമ്മീൻകെട്ടുകളും അങ്ങനത്തെ മൊത്തം വെള്ളം നിറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് തന്നെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഭൂപ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ നല്ല എല്ലാം തീരെ ഇങ്ങനെ പാർട്ടീഷൻസ് ഒന്നും ഇല്ലാണ്ട് നിറയെ ഓപ്പൺ സ്പേസുകളായിട്ടാണ് ഇപ്പോൾ കിച്ചണും ഈ ഡൈനിങ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് ബാക്കിലത്തെ ഇവിടെ വേറെ സെപ്പറേറ്റ് ഒരു വരാന്ത വന്നിട്ടുണ്ട്. ഇവിടെ ഇത് വേറൊരു രീതിയിലാണ്, ഇവിടെ റെഡ് ബ്രിക്ക് വെച്ചിട്ടാണ് പില്ലർ ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ട് ആ ഒരു കളർ തന്നെ പിടിച്ചിട്ട് ഈ ഇങ്ങനെ തേക്കാത്ത രീതിയിൽ ഈ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് പില്ലറും വന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് ഇവിടുത്തെ ഇലക്ട്രിക്കലിൻ്റെ ബോക്സസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും, നമുക്ക് കട്ടിങ്സ് അധികം വന്നിട്ടില്ല. എല്ലാം പൈപ്പുകളും കൺസീൽഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബോക്സുകളും നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ സീലിംഗ്, അതായത് ഇവിടെ വാർത്തിട്ടുണ്ട്. ഈ കുറച്ച് സ്പേസ് മാത്രം 2 നിലയായിട്ടാണ്. അതിൻ്റെ മുകളിൽ ഒരു ഹോം തിയേറ്റർ, ഒരു ബാർ സെറ്റപ്പ്, അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ചെറിയ ചട്ടികളൊക്കെ വെച്ചിട്ട് ഫില്ലർ സ്ലാബ് എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്തിരിക്കണതാണ്. ഈ വാർക്കയുടെ ഇടയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ കുറച്ച് ഭാഗം മാത്രമാണ് ഇവിടെ വാർത്ത് പണിതിട്ടുള്ളത്. ആ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാർ സെറ്റപ്പും ഹോം തിയേറ്റർ സെറ്റപ്പും ഒക്കെയാണ് അവിടെ വരുന്നത്. അങ്ങോട്ട് സ്റ്റെയർ പണിതിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പോർഷനിലാണെങ്കിലും ഇപ്പം വീട് മൊത്തത്തിൽ കാണുമ്പോഴും നല്ല ഹൈറ്റിലും പിന്നെ ഇവിടെ ഒരു വാർക്കയുടെ പോർഷൻ വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ഒരു പില്ലർ സപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുള്ളത്.
എന്താണ് നമ്മുടെ ബ്രിക്കിൽ തന്നെ ആ ഒരു ലോഡ് ബെയറിംഗ് ഇതിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ സൈഡിലെ പില്ലറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പണിതതിനൊക്കെ ശേഷം പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പോർഷൻ ഈ തേച്ചിട്ടുള്ള പോർഷനിൽ സിമെൻറ്റ് ബ്രിക്കാണ് യൂസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് ശേഷം എഞ്ചിനീയർ സജസ്റ്റ് ചെയ്തുകൊണ്ട് വെയിറ്റിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ട് പിന്നെ ചെയ്തതാണ് ഈ പില്ലർ കേട്ടോ. അല്ലാതെ നമ്മളുടെ ബ്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയണത്. ഇത് വെച്ചാൽ പില്ലർ വെച്ച് തന്നെ ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഇല്ല, പില്ലറുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് യൂസ് ചെയ്യുക. കാരണം VP-ക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല അതുകൊണ്ട്. പക്ഷെ ഇത് വെച്ചത് കൊണ്ട് പില്ലർ നിർബന്ധമാണ് എന്നില്ല. അത് കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോയിലായിട്ടും നീ നേരിട്ട് ഷോപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ, ഈ പണി കഴിഞ്ഞിടത്തോളമുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോറത്തും ബ്രിക്സിനെ കുറിച്ച് മുന്നേ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് പറയാണ്. വീനബർഗ് എന്നുള്ളൊരു യൂറോപ്യൻ ബേസ്ഡ് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് പോറത്തും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറേഴ്സ് ആണ് വീനബർഗ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഈ കമ്പനിയുടെ സ്റ്റോക്കിസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ചൂട് കുറഞ്ഞ ഈ ബ്രിക്ക് എടുത്ത് ചെയ്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെമ്പറേച്ചർ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഔട്ടർ ടെമ്പറേച്ചറിനേക്കാളും 8 ഡിഗ്രിയോളം കുറവായിരിക്കും എന്നുള്ളത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും ഇതിൻ്റെ സ്ട്രെങ്ത്തും പിന്നെ ഇത് പണിയാനുള്ളൊരു ഈസിനെസ്സും അങ്ങനത്തെ. പിന്നെ ഇത് ഇപ്പം കളിമണ്ണാണെങ്കിൽ പോലും ഇതുമ്മ ചെതലോ അല്ലെങ്കിൽ ഒരു ഡാംനെസ്സിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതെന്നെ പറയുകയാണെങ്കിൽ നിറയെ വെള്ളമുള്ള ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലേക്കോ മറ്റെന്ത് കെട്ടിടം പണിയുന്നതിലേക്കോ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.